അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദിയ്യി ഹദിയ്യു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സദസ്സിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ വരുന്ന മെയ് 11 പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ പ്രചരണാർത്ഥം ആലത്തൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള പ്രചാരണ പരിപാടിയിലാണ് നമ്മൾ ഓരോരുത്തരുമുള്ളത്. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നാട്ടിലെ നിരവധിയാർന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, മനുഷ്യൻ അനുഭവിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ചുള്ള വിശദമായ ഒരു അവലോകനവും ഒരു ചർച്ചയുമാണ് നമ്മളിവിടെ ഇതുവരെയായി കേട്ടിട്ടുള്ളത്. എല്ലാവരും പ്രശ്നങ്ങളെക്കുറിച്ച്, പ്രതിസന്ധികളെക്കുറിച്ച് ആവലാതികളും പരാതികളും മുമ്പാകെ സമർപ്പിച്ചപ്പോൾ ഈ ഒരു കൂട്ടായ്മക്ക്, ഈ ഒരു സംഘടനക്ക് പ്രശ്നങ്ങളെക്കാൾ ഉപരിയായിട്ട് ഈ പ്രശ്നത്തിനുള്ള പരിഹാരമെന്ത് എന്നത് ജനങ്ങളോട് എടുത്തു പറയാനുള്ള ഒരു ആർജവമാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടികളിലൂടെ നമ്മൾ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പരിപാടികളിലൂടെ ലക്ഷ്യം വെക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നേരത്തെ ബഹുമാന്യനായ ജ്യേഷ്ഠ സഹോദരൻ നിഷാദ് സലഫി പറഞ്ഞു വെച്ചിടത്തു നിന്ന് ആരംഭിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇസ്ലാമിൽ ഒരു ഇരുണ്ട യുഗമുണ്ടായിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് കടന്നു വരുമ്പോൾ അവിടുത്തെ അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതും പരിചയിച്ചിട്ടുള്ളതുമാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മുന്തിരിവള്ളിയുടെ താഴെ എന്നെ മറവ് ചെയ്യണമെന്ന് വസിയത്ത് എഴുതി വെക്കുന്ന ആളുകളുണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോൾ, മദ്യത്തിന് വേണ്ടി അത്രമേൽ പ്രിയപ്പെട്ടതായി മദ്യത്തെ കാണുന്ന ഒരു സമൂഹമായിരുന്നു ആ ഒരു എഴുത്തിനിടക്ക് എന്നുള്ളത് നമുക്കെല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു സംഭവമാണ്. അതേപോലെ തന്നെ ഈ വീട്ടിലൊരു വേശ്യയുണ്ട് എന്നറിയാൻ വേണ്ടി, ഈ വീട്ടിലൊരു വേശ്യയുണ്ട്, ആവശ്യക്കാർക്ക് അതിനെ സമീപിക്കാമെന്ന ഒരു സിമ്പലായി വീടിൻ്റെ മുമ്പിൽ പ്രത്യേകമായ ചില ചിഹ്നങ്ങളും പതാകകളും സ്ഥാപിച്ചിരുന്ന ഒരു സമൂഹത്തിലേക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രത്തിൻ്റെ തനിയാവർത്തങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ
ഏറ്റവും ശ്രദ്ധേയമായ ഒരു പോയിന്റിലേക്കാണ് നമ്മുടെ ശ്രദ്ധ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നമ്മൾ ഊന്നേണ്ടത് എന്നുള്ളത് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ജനതയെ 23 കൊല്ലക്കാലഘട്ടത്തിലെ പ്രബോധനത്തിലൂടെ ഏറ്റവും ഉത്കൃഷ്ടരായ സമൂഹമാക്കി ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റിയെങ്കിൽ ആ പ്രവാചകൻ അതിനുപയോഗിച്ചിട്ടുള്ള മരുന്ന് എന്തായിരുന്നു, അതിനുപയോഗിച്ചിട്ടുള്ള ചികിത്സ എന്തായിരുന്നു എന്നുള്ളത് ഈ സമൂഹത്തിൽ വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ മറുപടി ഒന്നു മാത്രമാണ്. റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് വിശുദ്ധ ഖുർആൻ അവരെ അത്യുത്കൃഷ്ടമായ ഒരു ഭാഗത്തിലേക്ക് നിർത്തിയെങ്കിൽ അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് ഒരു ജനതയെക്കുറിച്ച് അള്ളാഹു പുകഴ്ത്തി പറഞ്ഞുവെങ്കിൽ ആ ഒരു സ്ഥാനത്തേക്ക് അവരെ ഉയർത്തിയിട്ടുള്ള ഘടകം എന്തായിരുന്നു? അതാണ് എൻ്റെ ഈ സംസാരത്തിൻ്റെ ചർച്ചയുടെ മർമ്മം. പ്രിയപ്പെട്ടവരെ, എല്ലാ പ്രശ്നത്തിൻ്റെയും പരിഹാരം എന്ന് പറയുന്നത്, ഏതൊരു പ്രശ്നത്തിൻ്റെയും പരിഹാരം എന്ന് പറയുന്നത് അത് വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആനിൽ അത് ശിഫയാണ്. ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള പരിഹാരം വിശുദ്ധ ഖുർആനിലുണ്ട് എന്ന് വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഒരു മനുഷ്യൻ ഇവിടെ ധർമ്മം ഒരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ പൊളിക്കുന്നത് ഒരു മനുഷ്യൻ തന്നെയാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം കല്യാണം പവിത്രമാണെങ്കിൽ അയാളെ സംബന്ധിച്ച് മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം കല്യാണം വേണ്ട, അത് ഭാരമുള്ളതാണ്. പിന്നെയോ ലിവിങ് ടുഗദർ ആകാം, ആവശ്യങ്ങൾ നിർവഹിക്കാം, എപ്പോഴാണോ ബന്ധം വിച്ഛേദിക്കേണ്ടത് അപ്പോൾ സലാം ചൊല്ലി പിരിയാം. ഇത് മനുഷ്യന്മാരുണ്ടാക്കുന്ന നിയമവ്യവസ്ഥകളാണ്. അതിൻ്റെ ഫലമോ അതിൻ്റെ ദുരന്തമോ ഒരു ഭാഗത്തും മദ്യത്തിൻ്റെ കെടുതികളെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുകയും കണ്ണീര് പൊഴിക്കുകയും ചെയ്യുമ്പോൾ മറുഭാഗത്ത് മദ്യഷാപ്പുകൾക്ക് ഒരു തടസ്സവുമില്ലാതെ ഒരു നിയന്ത്രണവുമില്ലാതെ അനുമതി കൊടുക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ സത്യത്തിൽ എന്താണ് ഉണ്ടാവുക? ഇവിടെ ഉണ്ടാകുന്നത് ഒരു വലിയൊരു ദുരന്തമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും വ്യക്തമാകുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ സംഭവം ഇവിടെ പറഞ്ഞത് നമ്മെ അറിയുന്ന, മനുഷ്യനെ അറിയുന്ന, മനുഷ്യന്റെ മനസ്സറിയുന്ന റബ്ബായിരിക്കണം നിയമം പറയേണ്ടത്. ആ നിയമം അനുസരിക്കുമ്പോഴാണ് ഈ ലോകത്തിലും മനുഷ്യനിലും വ്യക്തിജീവിതത്തിലും സമാധാനമുണ്ടാവുക എന്നുള്ളത് നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. ആ റബ്ബിൻ്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ, പ്രവാചകന്മാരെ പറഞ്ഞയച്ചുകൊണ്ട് ആ ഖുർആൻ എങ്ങനെ ജീവിതത്തിൽ പുലർത്തണമെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഒരു സമൂഹത്തിന് കരുണയായിട്ട് അവൻ്റെ കാരുണ്യമായിട്ട് നൽകി എന്നുള്ളത് നമ്മളൊക്കെ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അള്ളാഹുവിന് നമ്മളോടുള്ള കരുണയാണ്, നമ്മളോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹമാണ്. അവൻ വിശുദ്ധ ഖുർആനിനെ ഇറക്കി തന്നു. പിന്നെയോ അത് എങ്ങനെ ജീവിതത്തിൽ പുലർത്തണമെന്ന് കാണിച്ചു തരാൻ വേണ്ടി ഒരു പ്രവാചകനെ പറഞ്ഞയച്ചു തന്നു. ആ പ്രവാചകനെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നു, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. ഹുവല്ലദീ അവനത്രേ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും, അവരിൽ നിന്നു തന്നെയുള്ള ഒരു ദൂതനെ അവരിലേക്ക് നിയോഗിച്ചു. എന്നിട്ടോ ആ നബി ചെയ്ത ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം, അവർക്ക് അല്ലാഹുവിൻ്റെ കലാം ഓതിക്കൊടുത്തു, അത് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു, അതിനനുസരിച്ച് അവരെ സംസ്കരിച്ചു കൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത ഒരു കാര്യമാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ കൃത്യമായി പറഞ്ഞു തന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തെല്ലാം കൊള്ളരുതായ്മകളുണ്ടോ ആ കൊള്ളരുതായ്മകളിൽ നിന്നൊക്കെ ആ ജനതയെ ശുദ്ധീകരിച്ചെടുത്തതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ
പ്രിയപ്പെട്ടവരെ, ഏറ്റവും ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഖുർആൻ ആദ്യമായി ശ്രദ്ധയൂന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട് എന്നുള്ളതാണ്. നമ്മൾ നോക്കൂ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെറുപ്പമായിരുന്നു. ആ ചെറുപ്പത്തിൽ നിന്ന് നമ്മൾ ബാല്യത്തിലേക്ക് വന്നു, ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് വന്നു, കൗമാരത്തിൽ നിന്ന് യുവത്വത്തിലേക്ക് വന്നു, യുവത്വത്തിലെ നിന്ന് നമ്മൾ വാർദ്ധക്യത്തിലേക്ക് പോകുന്നു. എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരേ ഒരു കാര്യം, നമ്മൾ മരണപ്പെട്ടു പോകും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഒന്നാലോചിച്ചു നോക്കൂ. നമ്മുടെ ശരീരം നരബാധിക്കരുത് എന്ന് നമ്മൾ വിചാരിച്ചാൽ അത് ശരീരം അനുസരിക്കുമോ? എത്ര വലിയ ധനാഢ്യനാണെങ്കിലും മരണത്തിനു മുമ്പ് അതിൽ കിടന്നുകൊടുത്തേ മതിയാവൂ. ആർക്കാണ് ഇതിൽ സംശയമുള്ളത്? ഇവിടെ ഇസ്ലാം കൃത്യമായിട്ട് പറയുന്നു, പ്രിയപ്പെട്ടവരെ, ജനിച്ചത് മുതൽ മരണം വരെയുള്ള ആ ഒരു കാലം എന്ന് പറയുന്നത് അതൊരു പരീക്ഷണ കാലഘട്ടമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു ജീവിതമുണ്ടായിരുന്നു. ഉമ്മയുടെ ഞരമ്പുകളിലൂടെ നമുക്ക് ഭക്ഷണം എത്തിയിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ അവിടെ വെച്ചുകൊണ്ട് നമ്മളോട് ഒരാൾ പറയുന്നതൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ആലത്തൂർ എന്ന് പറയുന്ന ഒരു അങ്ങാടിയുണ്ട്. അവിടെ റോഡിലൂടെ വാഹനങ്ങൾ ചക്രങ്ങളിൽ ഓടുന്നുണ്ട്. അതിൽ ആളുകൾ കൈ കാണിച്ചുകൊണ്ട് ബസ്സുകളിൽ ജനങ്ങൾ കയറുന്നു. അവിടെ വ്യാപാര സ്ഥാപനങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക? നീ കളിയാക്കരുത്, അങ്ങനെയൊരു ലോകമില്ല. ഈ ലോകമാണ്, ഉമ്മയുടെ ഗർഭപാത്രമാണ് ലോകം, അതിനപ്പുറത്തേക്കുള്ള ഒരു ലോകമില്ല എന്ന് പറയുന്നത് പോലെ രണ്ടാമത് 9 മാസം പൂർത്തിയായപ്പോ നിർബന്ധമായി അല്ലാഹു ആ വയറിൽ നിന്ന് നമ്മളെ പുറത്തിറക്കി. എത്ര വലിയ സംവിധാനത്തിലൂടെയാണ് കടന്നു പോകുന്നത്! ഒരു നേഴ്സില്ലാത്ത, ഒരു ഡോക്ടറില്ലാത്ത, ഒരു ശീതീകരിച്ച മുറിയില്ലാത്ത, പൂർണ്ണമായും റഹ്മാനായ റബ്ബിന്റെ കാവലിൽ ഒതുങ്ങി നിന്നിട്ടുള്ള, അല്ലേ, ഉമ്മയുടെയും ഉപ്പയുടെയും പിന്നെ ഒത്ത ഒരു തുള്ളിയിൽ നിന്ന് നമ്മൾ ജീവിതം തുടങ്ങി, അല്ലേ? കടിച്ചാൽ, ചവച്ചു തുപ്പിയാൽ അങ്ങനെ കാണുന്ന ഒരു മാംസപിണ്ഡം പോലെ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ചു നിന്നു. അതിന് കാതുണ്ടായി, അതിന് കാൽവിരലുകളുണ്ടായി, കൈവിരലുകളുണ്ടായി, കണ്ണുകളുണ്ടായി. എത്ര അത്ഭുതമാണ്! ഒരു ജീവിയുടെ തുടക്കമാണ്, നമ്മളാകുന്ന ജീവിയുടെ തുടക്കം. 9 മാസം പൂർത്തിയായപ്പോ നമ്മളെ പുറത്തേക്കിറങ്ങി. അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു, ഇത് നിന്റെ കർമ്മലോകമാണ്, ഇവിടെ നിനക്ക് ഹിസാബില്ല, വിചാരണയില്ല, എന്തും ചെയ്യാം, ദൈവമില്ല എന്ന് പറയാം. എന്നാലോ ആ ദൈവം നിനക്ക് വെള്ളം തരും, അള്ളാഹു നിനക്ക് ആകാശത്തു നിന്ന് മഴവെള്ളം തരും. ദൈവമില്ല, പരലോകമില്ല. പരലോകത്ത് ഉണ്ടെങ്കിൽ, അവിടെ ഒരു ദൈവത്തെ ഉണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ കണ്ണടിച്ചു പൊട്ടിക്കുമെന്ന് നിനക്ക് പറയാം. ഇവിടെ നിനക്ക് അങ്ങനെ പറയുന്ന നിനക്കും ശ്വസിക്കാനുള്ള വായുവുണ്ട്. എന്നാലോ മരണത്തോടു കൂടി തീർന്നു, മരണത്തോടു കൂടി തീർന്നു. ഇവിടെ സുഖിക്കുക എന്ന് പറയുന്ന നിനക്കും ഈ ഭൂമിക്ക് മുകളിൽ ജീവിക്കാം. പ്രിയപ്പെട്ടവരെ, ഇത് കർമ്മലോകമാണ്. എന്നാലോ മരണത്തിനു ശേഷം ഒരു ലോകം വരാനുണ്ട്. ആ ലോകം അത് വിചാരണയുടെ ലോകമാണ്. നമ്മൾ ആലോചിച്ചു നോക്കൂ, ഒരാളെ കൊന്നവനും 99 ആളെ കൊന്ന ആൾക്കും എത്ര തവണ നമുക്ക് ശിക്ഷ കൊടുക്കാൻ കഴിയും? ഒരൊറ്റ വധശിക്ഷ മാത്രമേ നടപ്പിലാക്കാൻ കഴിയൂ. പ്രിയപ്പെട്ടവരെ, അത് നീതിയാണോ? 99 ആളെ കൊന്ന ഒരു മനുഷ്യനെ 99 തവണ തൂക്കിലേറ്റുന്ന സംവിധാനം വേണ്ടേ? ഈ ലോകത്ത് ഒരാളെ കൊന്നാലും 99 പേരെ കൊന്നാലും ഒരു തവണ മാത്രമേ വധശിക്ഷ നടപ്പിലാക്കാൻ കഴിയൂ. പ്രിയപ്പെട്ടവരെ, അതിനാണ് റഹ്മാനായ റബ്ബ് ഫമൻ യഅമൽ മിത്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിത്ഖാല ദർറത്തിൻ ശർറൻ യറ. ഒരു ഉറുമ്പിന്റെ കാലിൻ്റെ അത്ര നന്മ ചെയ്താൽ ആ നന്മക്ക് നിനക്ക് അനുഭവമുണ്ടവിടെ. ഒരു ഉറുമ്പിന്റെ കാലിൻ്റെ അത്ര തിന്മ ചെയ്താൽ അതിൻ്റെ അനുഭവവും നിന്നെ കാത്തിരിക്കുന്നുണ്ട്. ആ കാത്തിരിപ്പിൻ്റെ ലോകമാണ് ഹിസാബിൻ്റെ വേള, മരണാനന്തരമുള്ളത് എന്ന് റഹ്മാനായ റബ്ബ് നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് പഠിപ്പിക്കാൻ വേണ്ടി പ്രവാചകന്മാർ വന്നു. അപ്പോഴോ കള്ളുകുടിയന്മാരോട് കള്ളു കുടിക്കരുതേ എന്നല്ല പറഞ്ഞത്, വ്യഭിചാരികളോട് വ്യഭിചരിക്കരുതേ എന്നല്ല പറഞ്ഞത്. പിന്നെയോ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അഫ്ളലു മാ ഖുൽതു അന വന്നബിയൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഫ്ളലു മാ ഖുൽതു, ഞാൻ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത്, അന വന്നബിയൂന മിൻ ഖബ്ലി, ഞാനാകട്ടെ, എൻ്റെ മുമ്പ് കഴിഞ്ഞുപോയ നബിമാരാകട്ടെ,
അവരൊക്കെയും ആദ്യമായി ജനങ്ങളോട് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, ആരാധനക്കർഹൻ അല്ലാഹു മാത്രം. ഒരു ജനം നന്നാകാനുള്ള ഒന്നാമത്തെ ഡോസ് എന്താണ്? അവൻ്റെ വിശ്വാസത്തെ ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. അവൻ്റെ വിശ്വാസത്തെ എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളിൽ നിന്നും ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് വിശ്വാസത്തിലെ മാലിന്യം എന്ന് പറയുന്നത്? നമ്മളെ പടച്ചു പരിപാലിച്ചത് അത് ഏകനായ അള്ളാഹു ആണെന്നിരിക്കെ അവൻ്റെ പടപ്പുകളോട് ആരാധന നടത്തുന്നതാണ് വിശ്വാസത്തിലെ മാലിന്യം എന്ന് പറയുന്നത്. പടപ്പുകളെ ആരാധിക്കുന്നതിൽ നിന്ന് പടച്ചവനിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് നബിമാർ സമൂഹങ്ങളെ നന്നാക്കാൻ വേണ്ടി ആദ്യമായി ഉപയോഗിച്ച മരുന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിച്ചു നോക്കുക. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ അത് അറിയുമായിരുന്നില്ലേ? അവർക്കതിൻ്റെ അർത്ഥം അറിയുമായിരുന്നില്ലേ? ഒരു പുതിയ സംഭവമാണോ? അല്ല, അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ അവർക്കറിയാം. നമ്മൾ ആലോചിച്ചു നോക്കൂ. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ പേര് അബ്ദുള്ള എന്നാണ്. എന്താ അബ്ദുള്ള എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ അടിമ എന്നാണ്. അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിൽ വിശ്വാസമുള്ള ആളുകളായിരുന്നു. മാത്രമല്ല അവർ ഹജ്ജ് ചെയ്യാറുണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അവരുടെ തൽബിയത്ത്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക് തംലികുഹു വമാ മലക്. ഒരൊറ്റ അടിമയൊഴികെ അള്ളാഹുവേ, നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങളിതാ വന്നിരിക്കുന്നു, നിനക്ക് യാതൊരു പങ്കാളിയുമില്ല, ഒരൊറ്റ പങ്കുകാരനൊഴികെ. ആ പങ്കിൻ്റെ പ്രത്യേകത എന്താ? തംലികുഹു വമാ മലക, നീ കൊടുത്ത കഴിവിൽ നിന്നാണ് അവൻ ഞങ്ങളെ സഹായിക്കുന്നത്. വളരെ കൃത്യമാണ് അവരുടെ വിശ്വാസം. മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂലിനെയും വിശ്വാസികളെയും ഈ ലോകത്തു നിന്ന് ഉന്മൂലനം ചെയ്യാൻ വേണ്ടി അവരാസൂത്രണം ചെയ്ത ഒരു വലിയൊരു പ്ലാൻ ഉണ്ട്. ബദർ എന്നാണ് ചരിത്രത്തിൽ അത് അറിയപ്പെടുന്നത്. ആ ബദറിലേക്ക് പുറപ്പെടുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളുടെ നേതാവ് കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് പറയുകയാണ്, അള്ളാഹുവേ, നിനക്കറിയാം ഹക്കിൻ്റെ കക്ഷി ഏതാണെന്ന്, ഹക്കിൻ്റെ കക്ഷിയെ നീ വിജയിപ്പിക്കണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രു പോലും യാത്രക്കൊരുങ്ങുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്താണ്? അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് അറിയാമായിരുന്നു എന്നതാണ്. അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് അറിയാമായിരുന്നു. അവർ നിരീശ്വരവാദികളല്ല, അള്ളാഹു ഇല്ല എന്ന് പറയുന്നവരല്ല. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, ആരാണ് അവരെ പടച്ചതെന്ന് അവരോട് ചോദിച്ചാൽ, വലയിൻ സഅൽതഹും മൻ ഖലഖഹും, അവരെ സൃഷ്ടിച്ചത് ആരാണെന്ന് അവരോട് ചോദിച്ചാൽ ലയഖൂലുന്നല്ലാഹ്, അവർ പറയും അല്ലാഹുവാണ്. ഫഅന്നാ യുഫകൂൻ, അല്ലാഹു ചോദിക്കുകയാണ്, കൂട്ടരെ, എങ്ങനെയാണ് നിങ്ങൾ പിന്നെ തെറ്റിപ്പോകുന്നത്? അവരോട് ചോദിക്കുക, നിങ്ങളെ പടച്ചത് ആരാണ്? അവർ പറയും അല്ലാഹുവാണ് എന്നുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശമല്ല പറഞ്ഞത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞപ്പോൾ ആ കേട്ടിരിക്കുന്ന ജനങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത്. തീർന്നില്ല. മഴ തരുന്നതാരെന്ന് ചോദിച്ചാൽ വലയിൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅ, ആകാശത്തു നിന്ന് ആരാണ് വെള്ളമിറക്കി തരുന്നതെന്ന് അവരോട് ചോദിച്ചാൽ ഫഅഹ്യാ ബിഹിൽ അർള മിൻ ബഅദി മൗതിഹാ, ഭൂമി വരണ്ടുണങ്ങിയതിന് ശേഷം അതിന് ജീവൻ നൽകുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ലയഖൂലുന്നല്ലാഹ്, അവർ പറയും അല്ലാഹുവാണ് എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളുടെ വിശ്വാസം മഴ തരുന്നത് അല്ലാഹുവാണ് എന്നുള്ളതാണ്. തീർന്നില്ല പ്രിയപ്പെട്ടവരെ, ആകാശഭൂമികളെയും സൂര്യനെയും ചന്ദ്രനെയും പടച്ചതാരെന്ന് ചോദിച്ചാൽ വലയിൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള, ആകാശഭൂമികൾ ആരാണ് പടച്ചതെന്ന് അവരോട് ചോദിച്ചാൽ വസഖറ ശംസ, സൂര്യനെ ആരാണ് നിയന്ത്രിക്കുന്നതെന്ന് ചോദിച്ചാൽ വൽ ഖമറ,
ചന്ദ്രനെ ആരാണ് പടക്കുന്നതെന്ന് ചോദിച്ചാൽ, നിയന്ത്രിക്കുന്നതെന്ന് ചോദിച്ചാൽ, അവര് പറയും അല്ലാഹുവാണ്. എത്ര കൃത്യമാണ് കാര്യം. പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസികളോടാണ്, ഇങ്ങനെയുള്ള വിശ്വാസക്കാരോടാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത്. അപ്പൊ എന്തായിരുന്നു അവരുടെ കുഴപ്പം? അല്ലാഹു ഉണ്ട് എന്നാണ് അവരുടെ വിശ്വാസം. ആരാണ് പടച്ചത് എന്ന് ചോദിക്കുമ്പോ അവരുടെ മറുപടി അല്ലാഹുവാണ്. ഭൂമി ആരാണ് പടച്ചത്? അല്ലാഹു. ആകാശത്തെ ആരാണ് പടച്ചത്? അല്ലാഹു. ആരാണ് സൂര്യനെ പരിപാലിക്കുന്നത്? അല്ലാഹു. ആരാണ് ചന്ദ്രനെ നിയന്ത്രിക്കുന്നത്? മറുപടി ഒന്നു തന്നെ. പിന്നെ എവിടെയാണ് പിഴവ് സംഭവിച്ചത്? എവിടെയാണ് പ്രിയപ്പെട്ടവരെ പിഴവ് സംഭവിച്ചത്? അതും വിശുദ്ധ ഖുർആൻ പറയുന്നു, വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി, അല്ലാഹുവിന് പുറമെ അവർ ആരാധിക്കുന്നു ആരെ? മാലാ യദുർറുഹും വലാ യൻഫഉഹും, ഒരു ഉപകാരമോ ഒരു മൻഫഅത്തോ ഒരു ഉപദ്രവമോ ചെയ്യാത്തവരെ അവരാരാധിക്കുന്നു. എന്നിട്ടോ അവർ ന്യായമായി പറയുന്നു, വയഖൂലൂന, അവരുടെ വാദം എന്താണെന്നോ, ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്, അല്ലാഹുവിൻ്റെ അടുക്കൽ ഞങ്ങളുടെ ശുപാർശക്കാരാണിവർ. ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ വിവരമില്ലാത്തവരാണ്, അല്ലാഹുവിന് ഞങ്ങളെ എങ്ങനെ അറിയാനാണ്? അപ്പോഴോ ഞങ്ങളെ പരിചയപ്പെടുത്താൻ അല്ലാഹുവിൻ്റെ അടുക്കൽ ആള് വേണം. അതിനാണ് ഞങ്ങൾ അല്ലാഹ്ക്ക് പുറമേ ചില മഹാന്മാരെ ഞങ്ങൾ സമീപിക്കുന്നത്. ഇബ്രാഹിം നബിയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇസ്മായിൽ നബിയോട് ഞങ്ങൾ ദുആ ചെയ്യുന്നുണ്ട്. നല്ലൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ വദ്ദിനോട് ഞങ്ങൾ അനുവാദം ചോദിക്കുന്നു, സുവാഹിനോട് ഞങ്ങൾ അനുവാദം ചോദിക്കുന്നു. എന്തിനാണോ മുഹമ്മദേ? മറുപടി ഇതാ, നീ പിടിച്ചു വെച്ചോ. ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്, അല്ലാഹുവിൻ്റെ അടുക്കൽ ഞങ്ങളുടെ ശുപാർശക്കാരാണിവർ. ഞങ്ങൾ അല്ലാഹുവിന് പരിചയപ്പെടുത്താനാണ്. നമ്മളൊക്കെ പാപികളല്ലേ, വിവരമില്ലാത്തവരല്ലേ, ദീന് കുറഞ്ഞവരല്ലേ എന്നൊരു വാദം അന്നത്തെ കാലത്തും ഇന്നു നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലുമൊക്കെ കാണാം അല്ലേ? അല്ലാഹു അല്ലാത്ത ആളുകളോട്, അംബിയ മുർസലീങ്ങളോട് എന്തിനാ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? അല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ പടപ്പുകളോട് എന്തിനാണ് നിങ്ങൾ ദുആ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ആ സമൂഹം പറഞ്ഞിരുന്ന മറുപടി, അല്ലാഹുവിന് നമ്മളെ പരിചയപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് കഴിയുമോ? അവരൊക്കെ മഹത്തുക്കളായ ആളുകളല്ലേ, അവരെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അവരോട് വസീല തേടുകയാണ്, നമ്മളെ പരിചയപ്പെടുത്താനാണ് നമ്മൾ അവരോട് നേർച്ച നേരുന്നത്, അവരോട് ആരാധന നടത്തുന്നത്, അവരോട് സങ്കടങ്ങൾ പറയുന്നത് എന്ന ഒരു കാര്യമായിരുന്നു അവർ ന്യായമായിട്ട് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ കളിയാക്കി ഇത്ര വരെ ചോദിച്ചിരുന്നു, അജഅലല്ലാലിഹത ഇലാഹം വാഹിദാ, ഓ മുഹമ്മദേ, എല്ലാ ഇലാഹുകളെയും ഒരൊറ്റ ഇലാഹാക്കി നീ മാറ്റിയോ? സാധാരണ നമ്മളോട് ചോദിക്കാറില്ലേ, നിങ്ങൾക്ക് അമ്പിയാക്കളില്ല, നിങ്ങൾക്ക് തങ്ങന്മാരില്ല, നിങ്ങൾക്ക് ബീവിമാരില്ല, അല്ല മാത്രമേ ഉള്ളൂ എന്ന് അതിശയത്തോടു കൂടി ചോദിക്കുന്നുവെങ്കിൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ അതൊരായത്തായി ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന മനുഷ്യന്മാർക്ക് ഒരു പാഠമായിട്ട് വെച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിരിച്ചു ചോദിച്ച ചോദ്യം, അജഅലൽ ആലിഹത ഇലാഹം വാഹിദ, നിനക്ക് ഒരൊറ്റ ഇലാഹ് മാത്രമേ ഉള്ളൂ, ലാത്തയില്ലേ, ഇബ്രാഹിം നബിയില്ലേ, ഇസ്മായിൽ നബിയില്ലേ എന്ന ഒരു ചോദ്യം അവർ ചോദിച്ചുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമാണ് കാര്യം. ഈ ഒരു വിഷയം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ, ഈ ഒരു വിഷയത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചാൽ, ആ ക്ഷണം ജനങ്ങൾ സ്വീകരിക്കുകയും അള്ളാഹു ആ മനുഷ്യന് ഹിദായത്ത് നൽകുകയും ചെയ്താൽ, ഈ ദുനിയാവിൽ എല്ലാ തരത്തിലുള്ള ആഖിറത്തിലെയും എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം അതാണ്. ആ ഒരു ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ, ഏകനായ റബ്ബിനെ ജീവിതത്തിൽ റബ്ബായി അംഗീകരിച്ചു കഴിഞ്ഞാൽ, പിന്നീട് അവൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള പരിഹാരം വിശുദ്ധ ഖുർആനാണ്.
ആ വിശുദ്ധ ഖുർആൻ എങ്ങനെ ജീവിതത്തിൽ പുലർത്തണം എന്ന് കാണിച്ചു തന്നിട്ടുള്ളത് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരായത്ത് നമുക്ക് ഓതി പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹുവിനെ ആരാധിക്കേണ്ടുന്ന മുറപ്രകാരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പോലെ ഒരു പടപ്പിനോട് ഒരാൾ പ്രാർത്ഥിച്ചാൽ, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നത് പോലെ ഒരു പടപ്പിനെ ഒരാൾ മഹത്വപ്പെടുത്തിയാൽ അതിൻ്റെ പേരാണ് ശിർക്ക് എന്ന് പറയുന്നത്. അള്ളാഹുവിന് വേണ്ടി നമ്മൾ നമസ്കരിക്കുന്നു, അള്ളാഹുവിന് വേണ്ടി നമ്മൾ അറിവ് നടത്തുന്നു, അള്ളാഹുവിന് വേണ്ടി നമ്മൾ ദാനധർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നു. ഈ ഒരു ഉദ്ദേശത്തിൽ അള്ളാഹുവിൻ്റെ ഒരു പടപ്പിനോട്, ഒരു മനുഷ്യനോട് ഇതൊക്കെ നമ്മൾ ചെയ്താൽ അതിൻ്റെ പേരാണ് ശിർക്കെന്ന് പറയുന്നത്. അറബിയിൽ അതിന് ശിർക്കെന്നാണ് പറയുക. ഒരാളുടെ ജീവിതത്തിൽ ശിർക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, തീർച്ചയായും അല്ലാഹു അവനോട് ശിർക്ക് വെക്കുന്നതിനെ പൊറുക്കുകയില്ല, അള്ളാഹു ഒരിക്കലും അവന് മാപ്പ് കൊടുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അതല്ലാത്ത മറ്റുള്ള പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കും. വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ളല്ല ളലാലൻ ബഈദാ, ഒരാൾ അള്ളാഹുവിൽ ശിർക്ക് വെച്ചാൽ അവൻ വിദൂരമായ വഴികേടിലാണ് ചെന്നു പതിക്കുക. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തിന് ഈ ആയത്ത് ഓതി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കൂട്ടരെ, ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് കള്ളു കുടിക്കുക എന്നുള്ളതല്ല, വ്യഭിചരിക്കുക എന്ന് പറയുന്നതല്ല, അതിനേക്കാൾ മാരകമായ വിപത്താണ് അള്ളാഹുവിൽ പങ്കുചേർക്കുന്നത്. ഒരാൾ അള്ളാഹുവിൽ വിശ്വാസിയായി കഴിഞ്ഞാൽ ഈ തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ അയാൾ വിട്ടുനിൽക്കും. കള്ളുകുടിയന്മാരായ ആളുകൾ, വ്യഭിചാരികളായിട്ടുള്ള ആളുകൾ, ആ ആളുകൾ ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോഴോ ആ നാട്ടിൽ വലിയ വമ്പിച്ച മാറ്റങ്ങളാണ് ഉണ്ടായത്. അത്രയും വൃത്തികെട്ട ആളുകൾ ഏറ്റവും സൽസ്വഭാവത്തിൻ്റെ ഉദാത്ത മാതൃകകളായി വന്നു എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുമാത്രമല്ല, വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുകയാണ്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അള്ളാഹുവിൽ ഒരാൾ പങ്കുചേർത്താൽ അള്ളാഹു അവന് സ്വർഗം ഹറാമാക്കുകയും നരകമാണ് അവൻ്റെ സങ്കേതമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യന്മാർ ഏതൊക്കെ അവസ്ഥയിലാണ്, സാഹചര്യങ്ങളിലാണ് ഇത്തരം അപകടങ്ങളിലേക്ക് പോകുന്നത്. മനുഷ്യരായ പടപ്പുകളോട് സഹായം ചോദിക്കുന്ന വേളകൾ ഏതൊക്കെയാണ്? വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ നമുക്കത് കാണിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അശദ്ദന്നാസി ബലാഅനൽ അംബിയാ, ജനങ്ങളിൽ ഏറ്റവും മുസീബത്തുകൾ ബാധിച്ചിട്ടുള്ളത് അതാരെയാണ്? പ്രവാചകന്മാരെയാണ്. ആ പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നെ ആരാണ്? തുമ്മ സ്വാലിഹൂൻ, പിന്നീട് അതിന് താഴെയുള്ള സ്വാലിഹീങ്ങളായ ആളുകളാണ്. തുമ്മ ലംസലു ഫലംസലു, പിന്നീട് അതിൻ്റെ താഴെ ഈമാനുള്ളവർ, പിന്നീട് അതിൻ്റെ താഴെ ഈമാനുള്ളവർ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണി പഠിപ്പിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ ഒരാൾ മാതൃകയാക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ? ജീവിതത്തിൽ എന്നും സുഖങ്ങളല്ല ഉണ്ടാവുക, ജീവിതത്തിൽ എന്നും നമുക്ക് സൗകര്യങ്ങളല്ല ഉണ്ടാവുക, പിന്നെയോ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ വരും, ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ വരും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. യുബ്തല അർറജുലു അലാ ഖദ്രി ദീനിഹി, ഒരു മനുഷ്യൻ അവൻ്റെ ഈമാനിനനുസരിച്ച് പരീക്ഷിക്കപ്പെടും. ഒരാൾ ഈമാൻ കൂടിക്കൂടി വരുന്നുണ്ടോ അയാൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ പരീക്ഷണം ഉണ്ടാവുക. എന്താ കാര്യം? എല്ലാ കുറ്റങ്ങളും പൊറുത്തു കൊടുത്ത് അള്ളാഹുവിനെ കാണുന്ന വേളയിൽ ഒരു പൂർണ്ണമായി, ഒരു മുവഹിദായി, ഒരു സ്വാലിഹായി വരുന്നതുവരെ അള്ളാഹു പരീക്ഷണങ്ങൾ ഇട്ടുകൊടുക്കും. അങ്ങനെ ദീനുള്ളവരെ കൂടുതൽ കൂടുതൽ കൃത്യമായി പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുമെന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കടന്നുപോയ പ്രവാചകന്മാർ ഇഷ്ടം പോലെ ഇല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കൂ, ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് നമുക്കൊരു അനന്തരാവകാശി ഇല്ലാത്തതാണ്. അള്ളാഹു കുട്ടികളെ തന്നിട്ടില്ല. ആ കുട്ടികളെ തന്നിട്ടില്ലെങ്കിൽ എന്താ അവസ്ഥ?
കുട്ടികളെ തരാത്ത ഒരുപാട് പ്രവാചകന്മാർ ചരിത്രത്തിൽ കടന്നുപോയിട്ടുണ്ട്. ആ സമയത്ത് അവർ എന്താണ് ചെയ്തത്? വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നു, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, അല്ലാഹുവേ സാലിഹായ മക്കളെ ഞങ്ങൾക്ക് നീ നൽകണേ. പ്രവാചകന്മാർ പ്രാർത്ഥിക്കുകയാണ് ആ വേളയിൽ. നമ്മൾ ആലോചിച്ച് നോക്കൂ, നാടുകളിലൊക്കെ പലതരത്തിലുള്ള കച്ചവട സ്ഥാപനങ്ങളുണ്ട്. ചിലർ വള്ളിയിലേക്ക് ക്ഷണിക്കുന്നു. എന്താണ്? അവിടെ തൊട്ടിൽ കെട്ടിയാൽ കുട്ടികളുണ്ടാകും. ചില ആളുകൾ കല്ലിലേക്ക് ക്ഷണിക്കുന്നു. അവിടെ സിയാറത്ത് നടത്തിയാൽ, അവിടെ തവാഫ് നടത്തിയാൽ നിങ്ങൾക്ക് സന്താനത്തെ കിട്ടും. ചില ആളുകൾ ചില വെള്ളങ്ങളിലേക്ക് ക്ഷണിക്കുന്നു. അവിടുത്തെ വെള്ളം കുടിച്ചാൽ നിങ്ങൾക്ക് സന്താനങ്ങളെ കിട്ടും. പക്ഷേ വിശുദ്ധ ഖുർആൻ വിശ്വസിക്കുന്ന ഒരു മുവഹിദായ വ്യക്തി, നബിമാർ, കുഞ്ഞുങ്ങളെ കിട്ടാത്ത നബിമാർ, അവർ ചെയ്തതെന്താണ്? അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? അള്ളാഹുവേ സ്വാലിഹായ മക്കളെ നൽകണേ. കുഞ്ഞുങ്ങളില്ലെങ്കിൽ എന്താണ് പരിഹാരം എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി നമുക്ക് കാണിച്ചു തരികയാണ്. അതുമാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലം കുട്ടികളില്ലാതെ കഴിഞ്ഞുപോയി. എന്നിട്ടോ വാർദ്ധക്യത്തിൻ്റെ അങ്ങേയറ്റത്തെ അവശതയിലെത്തിയ ഒരു പ്രവാചകനെ കാണിച്ചു തരുന്നുണ്ട്. ആ പ്രവാചകന്റെ വാക്കുകൾ നമുക്ക് കാണിച്ചു തരുമ്പോൾ തന്നെ എത്രമാത്രം അദ്ദേഹം വാർദ്ധക്യത്തിലെത്തി എന്നുള്ളത് ആ ആയത്തുകൾ നമുക്ക് കാണിച്ചു തരികയാണ്. വിശുദ്ധ ഖുർആൻ ആ ഒരു ഭാഗം തുടങ്ങുന്നത് തന്നെ ആ ഒരു അധ്യായത്തിൻ്റെ ആദ്യം മുതലാണ്. കാഫ് ഹാ ഐൻ സ്വാദ് ദിക്റു റഹ്മതി റബ്ബിക അബ്ദഹു സക്കരിയ. സക്കരിയ എന്ന് പറയുന്ന നിന്റെ അടിമയെക്കുറിച്ച്, നിന്റെ റബ്ബിന്റെ അടിമയെക്കുറിച്ച് നിനക്ക് എന്തറിയാം? പ്രവാചകന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ. അദ്ദേഹം വളരെ ഉറക്കയില്ലാതെ, വളരെ സാവധാനത്തോടെ, വളരെ പതുക്കെ തൻ്റെ റബ്ബിനെ വിളിക്കുകയാണ്. ഖാല റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി. അല്ലാഹുവേ എൻ്റെ എല്ലുകളൊക്കെ ദുർബലപ്പെട്ടു. പിന്നെയോ വസ്തഅല റഅസു ശൈബാ. അല്ലാഹുവേ നിരയാൽ എൻ്റെ തലമുടി ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. എന്നാലോ വലമ്മകും ബിദുആഇക റബ്ബി ശഖിയാ. എന്നാലും റബ്ബേ, ആ റബ്ബേ നിന്നോട് പ്രാർത്ഥിക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല റബ്ബേ. ഇങ്ങനെയൊക്കെ ആയി അങ്ങേയറ്റം പ്രയാസത്തിലെത്തി. ഞരമ്പുകളൊക്കെ തളർന്നു, എല്ലുകളൊക്കെ ബലഹീനമായി. എൻ്റെ നരയാൽ തലമുടി ഇങ്ങനെ തിളങ്ങുകയാണ്. എന്നിട്ട് ആ നബി പ്രാർത്ഥിക്കുകയാണ്, എന്നാലും എനിക്ക് മടുപ്പില്ല റബ്ബേ. എന്നിട്ടോ വഇന്നീ ഖിഫ്തുൽ മവാലിയ മിൻ വറായി. അല്ലാഹുവേ എനിക്ക് നല്ല പേടിയുണ്ട്, എനിക്ക് പിന്നിൽ ഒരാളെ, ഒരു അനന്തരാവകാശിയെ നീ തരണം. വകാനത് ഇംറാതി ആഖിറ. അല്ലാഹുവേ എൻ്റെ പെണ്ണാണെങ്കിലോ, എൻ്റെ ഭാര്യയാണെങ്കിലോ അവൾ ആഖിറാണ്, അവൾ മച്ചിയാണ്, വന്ധ്യയാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു കുഞ്ഞുണ്ടാവാനുള്ള ഭൗതികമായിട്ടുള്ള എല്ലാ അവസ്ഥകളും അസ്തമിച്ചു. ഇനി എന്താ അതിൽ വേണ്ടത്? വിശുദ്ധ ഖുർആനിൻ്റെ പരിഹാരമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കേൾക്കേണ്ടുന്ന ഒരു കാര്യം. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ പ്രതിസന്ധിക്കും വിശുദ്ധ ഖുർആനിൽ പരിഹാരമുണ്ട്. ആ പരിഹാരമാണ് ജീവിതത്തിലെ സ്വാലിഹീങ്ങളായി കടന്നു പോകുന്ന നബിമാരുടെ ചരിത്രത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. കുട്ടിയില്ലാതായപ്പോ സക്കരിയ നബി അലൈഹിസ്സലാം തൻ്റെ വേവലാതികൾ പറയുന്നത് ആരോടാണ്? റബ്ബിനോടാണ്. എന്നിട്ടോ യരിസുനി വയരിസു മിൻ ആലി യാഖൂബ് വജഅൽഹു റബ്ബി റദിയ. അല്ലാഹുവേ എനിക്കൊരു പിന്മുറക്കാരനെ നൽകണേ. ഒരു പിതാവിൻ്റെ ആവശ്യമാണ്, ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഒരു കൊതിയാണ്. ആ നബിയോ മറ്റു മുൻപ് കഴിഞ്ഞു പോയ ഒരു നബിയോടും പ്രാർത്ഥിച്ചില്ല, ഒരു പടപ്പിനോടും പ്രാർത്ഥിച്ചില്ല. പ്രാർത്ഥിച്ചത് പടച്ചവനോട് മാത്രം, കുഞ്ഞുങ്ങളെ നൽകാൻ കഴിവുള്ളവനോട് മാത്രം, കുഞ്ഞിക്കാല് കാണിച്ചു തരാൻ കഴിവുള്ളവനോട് മാത്രം. അല്ലാഹുവേ അവസ്ഥ എന്തു തന്നെയാണെങ്കിലും എനിക്ക് നിരാശയില്ല, എനിക്ക് പൂർണ്ണമായ ആത്മവിശ്വാസമുണ്ട്. അല്ലാഹുവേ ഒരു കുഞ്ഞിക്കാലു കാണാനുള്ള കൊതിയുണ്ട് റബ്ബേ. ഒരിക്കലും നിന്നോട് പ്രാർത്ഥിക്കുന്നതിൽ ഞാൻ നിരാശനല്ല. എന്തൊരു പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ, മനസ്സിൽ തട്ടിയുള്ള പ്രാർത്ഥന. വിശുദ്ധ ഖുർആനിൻ്റെ പരിഹാരമാണ്.
കുഞ്ഞുണ്ടായിട്ടില്ലെങ്കിൽ ഒരു വിശ്വാസി എന്തു ചെയ്യണം എന്നുള്ളത് കൃത്യമായി പഠിപ്പിച്ചു തരുന്നൊരു പ്രാർത്ഥന. എന്നിട്ട് ആ ചരിത്രത്തിൽ നമുക്ക് കാണാം, അള്ളാഹു യഹ്യ എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചു എന്നുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിശുദ്ധ ഖുർആനിൻ്റെ പരിഹാരമാണ്. മാത്രമല്ല, രോഗങ്ങൾ ബാധിക്കുന്നു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പലതരത്തിലുള്ള മുസീബത്തുകൾ, പലതരത്തിലുള്ള ബലാവുകൾ, കേട്ടാൽ തന്നെ നമുക്ക് പേടി തോന്നുന്ന അത്രയും മാരകമായ വിപത്തുകൾ. അപ്പോഴാണ് ഒരു മനുഷ്യൻ തെറ്റിപ്പോവുക. ഞാൻ എത്ര കാലമായി രോഗിയായി കിടക്കുന്നു, എൻ്റെ കുട്ടികൾക്ക് ഭക്ഷണമില്ല, പാർക്കാൻ ഇടമില്ല. അപ്പോഴോ പല ആളുകളും പരിഹാരങ്ങളുമായിട്ട് കടന്നു വരുന്നു. നീ ഇങ്ങനെ ഇരുന്നോ. പല ആളുകൾക്കും അവിടെ പോയിട്ട് കാര്യമുണ്ടായിട്ടുണ്ട്, പ്രശ്നത്തിന് പരിഹാരമുണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസി അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. കൊല്ലങ്ങളോളം, ദശാബ്ദങ്ങളോളം രോഗിയായി കിടക്കുന്ന ഒരു പ്രവാചകന്റെ പേര് വിശുദ്ധ ഖുർആൻ അയ്യൂബ് നബി അലൈഹിസ്സലാം എന്ന് രേഖപ്പെടുത്തുന്നുവെങ്കിൽ ആ വേളയിൽ ആ പ്രവാചകൻ എന്തു ചെയ്തു എന്നുള്ളത് വിശുദ്ധ ഖുർആൻ വിശ്വാസികൾക്ക് കൃത്യമായി പഠിപ്പിക്കുകയാണ്. വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റഹീമീൻ. 7 കൊല്ലമല്ല, 10 കൊല്ലമല്ല, 10ൽ കൂടുതൽ കൊല്ലക്കാലം രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെട്ടു. മക്കൾ വിട്ടൊഴിഞ്ഞു പോയി, സമ്പത്ത് ഏറെ നഷ്ടപ്പെട്ടു പോയി, അയൽപ്പക്ക ബന്ധങ്ങളും അതേപോലെ തന്നെ കൂട്ടുകുടുംബങ്ങളും ഉപേക്ഷിച്ചു പോയ ഒരു നബിയെക്കുറിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയപ്പെടുത്തുകയാണ്. ആ നബിയുടെ പേരെന്താണ്? അയ്യൂബ് നബി അലൈഹിസ്സലാം എന്നാണ് ആ നബിയുടെ പേര്. ആ നബിയുടെ പ്രാർത്ഥന എന്താണ്? വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു. അയ്യൂബിനെയും നീ ഓർക്കണം മുഹമ്മദേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യൂബ് നബി അലൈഹിസ്സലാമയുടെ കാലത്തില്ല. അള്ളാഹു വിശദീകരിച്ചു കൊടുക്കുകയാണ്. രോഗം വന്നാൽ ഒരു വിശ്വാസി എന്താണ് ചെയ്യേണ്ടത്? അയ്യൂബ് നബി അലൈഹിസ്സലാമയുടെ മാതൃക സ്വീകരിക്കണം. എന്താ അയ്യൂബ് നബി അലൈഹിസ്സലാമയുടെ മാതൃക? ഇദ് നാദാ റബ്ബഹു, തൻ്റെ റബ്ബിനെ വിളിച്ച സന്ദർഭം. എങ്ങനെയാ വിളിക്കുന്നത്? പടച്ചോനെ ഇതൊന്ന് മാറ്റിത്തരണേ, എന്തൊരു കഷ്ടപ്പാടാണ്. അങ്ങനെയല്ല, ആ വാക്കിൽ പോലും ഒരു വിനയമുണ്ട്. റബ്ബിനോട് സംസാരിക്കുകയാണ്. അന്നീ മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റഹീമീൻ. അല്ലാഹുവേ, എന്നെ രോഗം ബാധിച്ചു, നീയാണെങ്കിലോ ഏറ്റവും നല്ല റഹ്മത്ത് ചൊരിയുന്നവനാണ്. അല്ലേ? ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾക്ക് അവയുടെ ഉമ്മയുടെ മാറിൽ അമ്മിഞ്ഞ പാലൊരുക്കിയ റബ്ബേ, ഏതൊരു വിശ്വാസിക്കും അവിശ്വാസിക്കും മിണ്ടാപ്രാണികൾക്കും ആകാശത്തു നിന്ന് സമൃദ്ധമായി മഴയിറക്കുന്നവനെ, എന്തെല്ലാം പോരിശയുണ്ട് ആ റഹ്മത്തിൽ. അള്ളാഹു വിശ്വസിച്ചവർക്ക് മാത്രമല്ല മഴ തരുന്നത്, വായു തരുന്നത്, വിശ്വസിക്കാത്തവർക്കും അത് തരുന്നുണ്ട്. ആ റബ്ബിൻ്റെ പേരെടുത്തുകൊണ്ട് പറയണം, അള്ളാഹുവേ നീ റഹ്മാനല്ലേ, നീ റഹീമല്ലേ, എന്നെ രോഗം ബാധിച്ചിരിക്കുന്നു. അപ്പോഴോ അള്ളാഹു അതിന് ജവാബ് നൽകുകയാണ്. ഫസ്തജബ്നാ ലഹു, നാം അദ്ദേഹത്തിന് ജവാബ് നൽകി. ഫകശഫ്നാ മാ ബിഹി മിൻ ദുർരിൻ, അദ്ദേഹം അനുഭവിച്ച ദുർറിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന് നാം വിടുതൽ നൽകി. നമ്മൾ ആലോചിച്ചു നോക്കൂ, രോഗം വന്നു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആല ഒരു വിശ്വാസിയോട് പറയുന്നത് അയ്യൂബ് നബി അലൈഹിസ്സലാമയുടെ മാതൃക സ്വീകരിക്കാനാണ്. നമ്മൾ പിന്നെ എങ്ങനെയാണ് തെറ്റിപ്പോവുക? വിശുദ്ധ ഖുർആനാണ് നമ്മുടെ മാർഗരേഖ. ഈ ലോകത്ത് പ്രയാസങ്ങളിൽ മുങ്ങിക്കിടക്കുന്നവരോട്, പ്രതിസന്ധികളിൽ മുങ്ങിക്കിടക്കുന്നവരോട് വിശ്വാസിക്ക് സമർപ്പിക്കാനുള്ള ഏറ്റവും അമൂല്യമായ മരുന്ന് എന്ന് പറയുന്നത് അത് വിശുദ്ധ ഖുർആനാണ് എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുക ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു പ്രയാസഘട്ടമാണല്ലോ. കുട്ടികൾ മരണപ്പെട്ടു പോവുക, കുട്ടികൾ നഷ്ടപ്പെട്ടു പോവുക. വിശുദ്ധ ഖുർആനിൻ്റെ പരിഹാരം എന്താണ്? വിശുദ്ധ ഖുർആനിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് ഒരു പ്രവാചകന്റെ ചരിത്രം ഓർക്കാൻ വേണ്ടിയിട്ടാണ് വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഏതാണ് ആ പ്രവാചകൻ? ആ പ്രവാചകന്റെ പേര് യാക്കൂബ് നബി അലൈഹിസ്സലാം എന്നാണ്. എന്താണ് ആ പ്രവാചകന്റെ ചരിത്രം? ആ പ്രവാചകന് ഇഷ്ടപ്പെട്ട ഒരു കുട്ടികളുടെ കൂട്ടത്തിലുള്ള ഒരു കുട്ടിയെ ബാക്കിയുള്ള സഹോദരങ്ങൾ അപായപ്പെടുത്തുകയാണ്. അപായപ്പെടുത്തിയിട്ട് ഉപ്പയോട് വന്നിട്ട് കള്ളം പറയുകയാണ്. യൂസുഫിനെ നഷ്ടപ്പെട്ടു ഉപ്പ, അവനെ ചെന്നായ പിടിച്ചു ഉപ്പ,
ഞങ്ങൾ വളരെ സങ്കടത്തിലാണ്, കണ്ടോ അവൻ്റെ രക്തം പുരണ്ട ഷർട്ട് കണ്ടോ, അവൻ്റെ രക്തം പുരണ്ട കുപ്പായം കണ്ടോ, അവൻ്റെ ഉടവ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഉപ്പയെ സമീപിക്കുമ്പോ ആ ഉപ്പ പറയുകയാണ് മക്കളോട്, ഖാലൂ യാ ബാനാ ഇന്നാ ദഹബ്നാ നസ്തബിഖു വ തറക്നാ യൂസുഫ്, ഞങ്ങളുടെ പൊന്നു പിതാവേ, ഞങ്ങളിതാ കച്ചവടത്തിന് പോവുകയാണ്, കളിക്കാൻ വേണ്ടി പോവുകയാണ്. ആ കൂട്ടത്തിൽ അങ്ങ് എന്ത് ചെയ്യണം, യൂസുഫിനെയും ഞങ്ങളുടെ കൂടെ വിട്ടുതരണം. ഉപ്പാക്ക് വല്ലാത്ത കൗതുകമാണ്, യൂസുഫിനോട് വല്ലാത്തൊരു ലാളനയാണ്. ഏറ്റവും ചെറിയ മക്കളോട് ഏതൊരു ഉപ്പാക്കുമുള്ള ഒരു സ്നേഹം പോലെ യാക്കൂബ് നബി അലൈഹിസ്സലാമക്ക് ഇഷ്ടമുള്ള കുട്ടികളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് യൂസുഫ് നബി. പുറത്തേക്കൊന്നും വിടാറില്ല. അപ്പോഴോ മൂത്ത സഹോദരങ്ങൾക്കൊരു കൗതുകം, ഉപ്പയും ഈ യൂസുഫും തമ്മിലുള്ള സ്നേഹബന്ധം മുറിക്കണം. അപ്പോഴോ ഒരാവശ്യം പറയാണ്, ഞങ്ങൾ പുറത്തു പോവുകയാണ്, പൊന്നു ഉപ്പ യൂസുഫിനെ ഞങ്ങളുടെ കൂടെ വിട്ടുതരണം. അങ്ങനെ മനസ്സോടുകൂടി വിട്ടുകൊടുക്കുമ്പോ ആ യൂസുഫ് നബി അലൈഹിസ്സലാമയെ അപായപ്പെടുത്തുകയാണ്. അങ്ങനെ അപായപ്പെടുത്തിയിട്ട് വന്നിട്ട് കാരണം പറയാണ്, ഉപ്പ ഞങ്ങൾ യൂസുഫിനെ ഞങ്ങളുടെ ചരക്കുകളുടെ അടുത്താക്കിയിട്ട് ഞങ്ങളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോ അതാ ഒരു കൂട്ടം ചെന്നായകൾ വന്നിട്ട് യൂസുഫിനെ പിടിച്ചു പോകുന്നു. എന്നിട്ടോ ഞങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ല. ഫജാഉ അലാ ഖമീസിഹി ബിദമിൻ കദിബിൻ, കള്ളമായ രക്തം പുരട്ടിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഖമീസുമായിട്ട് അവർ വന്നു. ഖാല ബൽ സവ്വലത് ലകും അൻഫുസുകും അംറാ, ആ നബി പറയുകയാണ്, മക്കളെ കളിക്കല്ല, എനിക്ക് ഗൈബറിയാം, അദൃശ്യമറിയാം, എന്നോട് കളി വേണ്ട എന്നല്ല. ഔലിയാക്കളിൽ നേതാക്കന്മാരായ നബിയുടെ മറുപടി എന്താണ്? ഖാല ബൽ സവ്വലത് ലകും അൻഫുസുകും അംറാ, നിങ്ങൾ ചെയ്ത പണി നിങ്ങൾക്ക് വളരെ ഭംഗിയായി തോന്നിച്ചിരിക്കുന്നു. നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ, ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോൾ അയാൾക്കതിലൊരു ആനന്ദം പിശാചുണ്ടാക്കി കൊടുക്കുമെന്നാണ്. അപ്പൊ ഈ നബി മക്കളോട് പറയാൻ, നിങ്ങൾ ചെയ്തതിൽ നിങ്ങൾക്കത് ശരിയായിട്ട് തോന്നുന്നു, എന്നാലോ ഫസബ്റുൻ ജമീൽ, എൻ്റെ ആദർശം എന്ന് പറയുന്നത് ഭംഗിയായ ക്ഷമയാണ്. ഞാൻ അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിക്കുന്നു, അവൻ ഇതിലൊരു ഖൈർ കണ്ടെത്തിയേക്കാം. വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ, ഞാൻ അള്ളാഹുവിൽ ഇത് ബരമേൽപ്പിക്കുന്നു. നിങ്ങൾ ഈ പറഞ്ഞ കാര്യമൊക്കെ അള്ളാഹിനെ ഞാൻ ഏൽപ്പിക്കുകയാണ്, അവൻ ഇതിലൊരു മാർഗദർശനം എനിക്ക് നൽകും. ആ ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അള്ളാഹു യൂസുഫ് എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായം തന്നെ നമുക്കത് കാണിച്ചു തന്നു. ആ ഉപ്പയും മകനും കാണുന്നുണ്ട്. ആ സഹോദരങ്ങൾ അവരുടെ കള്ളത്തരം, ജീവിതത്തിൽ സംഭവിച്ച കള്ളത്തരം അവർ അവിടെ ഏറ്റുപറയുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മകനെ നഷ്ടപ്പെട്ടാൽ, ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടാൽ ഒരു ഉപ്പയുടെ പ്രതികരണം എന്താണ് എന്നുള്ളത് യാക്കൂബ് നബി അലൈഹിസ്സലാം കാണിച്ചു തരുന്നു. യാക്കൂബ് നബി അലൈഹിസ്സലാം മുൻപ് കഴിഞ്ഞുപോയ ഒരു നബിയോടും പ്രാർത്ഥിച്ചില്ല, ജീവിച്ചിരിക്കുന്നവരായ ഏതെങ്കിലും ഒരു പടപ്പിനോട് പോയിട്ട് അഭൗതികമായ സഹായം ചോദിക്കുകയും ചെയ്തില്ല. എൻ്റെ കുഞ്ഞു നഷ്ടപ്പെട്ടു, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന തരത്തിലുള്ള ഒരു ചോദ്യം, അവിടുത്തെ വെള്ളമോ അവിടുത്തെ ചരടോ അദ്ദേഹം ഉപയോഗിച്ചില്ല എന്നുള്ളത് വളരെ കൃത്യമായി ആ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് മഈശത്തുമായി ഓടുന്നവരാണ്, ഒരുപാട് അപകടങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. നമ്മുടെ വീടുകളിൽ അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. അള്ളാഹു മാരകമായ അപകടങ്ങളിൽ നിന്നും, എല്ലാ തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനിയോ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ ഒരു വിശ്വാസിയുടെ ആദർശം എന്തായിരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് കാണിച്ചു തരുന്നു. ഒരു നബിയെക്കുറിച്ചാണ് അത് പറയുന്നത്. അപകടത്തിലൂടെ കടന്നുപോയ ഒരു നബിയുടെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് വിശ്വാസിയെ പഠിപ്പിക്കുന്നത്. ഏതാണ് ആ നബിയുടെ പേര്? വദന്നൂൻ, മത്സ്യത്തിൻ്റെ ആള് എന്നാണ്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമയെ കുറിച്ചാണ് മത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെട്ടത് എന്ന ചരിത്രം പറയുന്നത്. എന്താ ചരിത്രം? അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകമായ കൽപ്പന കിട്ടി. നീനവ പ്രദേശത്ത് പോയി ദഅവത്ത് നടത്താൻ ദഅവത്ത് തുടങ്ങി വെച്ചു. ആളുകൾക്കത് ഇഷ്ടമായില്ല, ആളുകൾ തള്ളിപ്പറഞ്ഞു. അപ്പോഴോ ദേഷ്യം വന്നു. അള്ളാഹുവിൻ്റെ അനുമതിക്ക് മുമ്പേ ആ പ്രവാചകൻ അവിടെ നിന്ന് നാട് വിട്ടു പോന്നു. അങ്ങനെ കപ്പലിൽ കയറി
കപ്പലിൽ കയറിയപ്പോൾ ഭാരം വന്നു, അതിൽ നിന്ന് ഒരാളെ ഒഴിവാക്കേണ്ട ഒരു സംഭവം, ഒരു അവസ്ഥ വന്നു. അപ്പോഴോ നറുക്കിട്ടെടുത്തു. 3 തവണ പലതവണ ആവർത്തിച്ചപ്പോഴും നറുക്ക് കിട്ടിയത് യൂനുസ് നബി അലൈഹിസ്സലാമക്ക് തന്നെ. അങ്ങനെ അദ്ദേഹം സമുദ്രത്തിലേക്ക് ചാടിയപ്പോഴോ ഒരു വലിയൊരു മത്സ്യം വന്ന് അദ്ദേഹത്തെ വിഴുങ്ങി. അപ്പോഴാണ് മത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെട്ടപ്പോൾ ആ നബിക്കൊരു വീണ്ടും വിചാരമുണ്ടാവുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഒരു അബദ്ധം സംഭവിച്ചു. ആ ഒരു അബദ്ധത്തിന് എന്താണ് പരിഹാരം? വദന്നൂനി ഇദ്ദഹബ മുഗാളിബ. ദന്നൂൻ യൂനുസ് നബി അലൈഹിസ്സലാം ദേഷ്യപ്പെട്ടു പോയപ്പോ അദ്ദേഹത്തിന് സാധിക്കാത്ത ഒരു സാഹചര്യം വന്നപ്പോ ഫനാദാ ഫിദ്ദുലുമാതി, ആ മത്സ്യത്തിന്റെ ഇരുട്ടറയിൽ നിന്ന് അദ്ദേഹം വിളിച്ചു, അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനദ്ദാലിമീൻ. നമ്മുടെ വീടുകളിൽ നമ്മൾ എഴുതി വെക്കാറുണ്ട്, വാഹനങ്ങളിൽ നമ്മൾ എഴുതി വെക്കാറുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഏറ്റവും നല്ല ഒരു പ്രാർത്ഥനയായിട്ട് പഠിപ്പിച്ചു തന്നു. അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയങ്കരമായ ഒരു പ്രാർത്ഥന എന്താ പ്രാർത്ഥന എന്നല്ലേ? അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനദ്ദാലിമീൻ. അള്ളാഹുവേ, നീ അല്ലാതെ ഒരു ആരാധനില്ല, നീ എത്ര പരിശുദ്ധനാണ്. ഇന്നി കുൻതു മിനദ്ദാലിമീൻ. അള്ളാഹുവേ, ഞാൻ അക്രമികളിൽ പെട്ടുപോയി. അല്ലാ, എന്തൊരു വലിയൊരു ആശയമാണ് പ്രവാചകൻ പകർന്നു തരുന്നത്. ഒരു അപകടത്തിൽപ്പെട്ടു, ജീവിതത്തിൽ ഒരു പ്രയാസം വന്നു, പ്രാർത്ഥിക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടത്? അള്ളാഹു കൃത്യമായി വിശുദ്ധ ഖുർആനിലൂടെ ഒരു പ്രവാചകനിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. മാത്രമല്ല, ആദം നബി അലൈഹിസ്സലാമയുടെ ചരിത്രം പറയുമ്പോൾ, ആദം നബി അലൈഹിസ്സലാമയുടെ ചരിത്രം അറിയാത്തവരാരാണ്? ഖാലാ റബ്ബനാ സലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, ഞങ്ങൾ അക്രമികളിൽ പെട്ടുപോയി, നീ പൊറുത്തു തന്നില്ലയോ? നീ പൊറുത്തു തന്നില്ലെങ്കിൽ ഞങ്ങൾ അക്രമികളുടെ കൂട്ടത്തിൽ തന്നെ കഴിഞ്ഞുകൂടേണ്ടി വരും. എന്തു വലിയ ആശയമാണ് പ്രിയപ്പെട്ടവരെ ആ പ്രവാചകന്മാർ നമുക്ക് കാണിച്ചു തരുന്നത്. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്ന 100 കണക്കിന് പ്രാർത്ഥനകളുണ്ട്. എല്ലാ പ്രാർത്ഥനകളും തുടങ്ങുന്നത് അല്ലാഹുമ്മ എന്നോ റബ്ബന എന്നോ തുടങ്ങുന്ന പ്രാർത്ഥനകളാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഈ ഒരൊറ്റ കാര്യം കൂടി ഊന്നൽ നൽകി അവസാനിപ്പിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ആദർശവും സമ്മേളനവും ഒക്കെ നമ്മൾ വെക്കുമ്പോഴും ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും വിഷമങ്ങൾക്കുമൊക്കെ അതിൻ്റെ ഒക്കെ ഒരു പരിഹാരം എന്ന് പറയുന്നത് അത് ഞങ്ങളുടെ കൈകളിലുണ്ട്. ഇതാ വിശുദ്ധ ഖുർആനാകുന്ന പരിഹാരത്തിലേക്ക് വരൂ. ഇവിടെ ആവലാദികൾ പറയാൻ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും മക്കളെ കാണുമ്പോൾ പേടിയാണ് പോലും. എല്ലാവർക്കും ഭാര്യയെ കാണുമ്പോൾ, ഭർത്താവിനെ കാണുമ്പോൾ, മക്കളെ കാണുമ്പോൾ എല്ലാവരും പരസ്പരം ഷെയർ ചെയ്യുന്നത് ആവലാദികളെ കുറിച്ചാണ്, അതേപോലെ തന്നെ തിന്മകളെ കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സമൂഹത്തോട് നമുക്ക് പറയാനുള്ളത് വിശുദ്ധ ഖുർആനിൻ്റെ പരിഹാരത്തിലേക്ക് കടന്നു വരണം. ഒരു ചരിത്രം ഇതിനു മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നുകൊണ്ട് പരാതി പറഞ്ഞിട്ടുള്ള എത്രയെത്ര അനുഭവങ്ങളുണ്ട്. കുട്ടികളെ കുഴിച്ചു മൂടിയിരുന്ന ആളുകൾ, പച്ചയായി ജീവനോടുകൂടി കുട്ടികളെ കുഴിച്ചു മൂടിയിട്ടുള്ള ആളുകൾ, അതേപോലെ തന്നെ മദ്യപാനികളായിട്ടുള്ള ആളുകൾ, പലിശക്ക് കൊടുത്തിരുന്ന ആളുകൾ, ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ ദുർഗുണങ്ങളെയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴുകിക്കളഞ്ഞ ഒരേ ഒരു മരുന്ന് എന്ന് പറയുന്നത് പ്രാർത്ഥന, അള്ളാഹുവോട് മാത്രം എന്ന മരുന്നാണ് ആദ്യം അവരോട് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ആയിഷുമ്മ തന്നെ പറഞ്ഞല്ലോ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നിട്ട് ഈ ജനങ്ങളോട് പറയുകയാണ്, നിങ്ങൾ കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങൾ കേൾക്കുമായിരുന്നില്ല. നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങൾ കേൾക്കുമായിരുന്നില്ല. പിന്നീടോ ആദ്യമായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ ചെയ്ത ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരെ തൗഹീദിലേക്ക് ക്ഷണിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു മുസൽമാൻ 5 നേരം നമസ്കരിക്കുമ്പോൾ, ആ 5 നേരം നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരം കബൂൽ ചെയ്യാൻ ഫാത്തിഹ കൂടിയേ തീരൂ. ഒരു റക്അത്ത് പോലും ഫാത്തിഹയില്ലാതെ അവൻ്റെ നമസ്കാരം പൂർണ്ണമാവുകയില്ല. ആ ഒരു ഫാത്തിഹ സൂറത്തിൽ ഒരു പ്രതിജ്ഞയുണ്ട്. എന്താണത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു.
ഇത് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രതിജ്ഞയാണ്. നമ്മൾ ആലോചിച്ചു നോക്കൂ, വളരെ കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. പ്രവാചകൻ അത് ചൊല്ലി, സ്വഹാബത്ത് അത് ചൊല്ലി, ആ സ്വഹാബത്തിനെ പിന്തുടരുന്നവരൊക്കെ ആ പ്രതിജ്ഞ ഏറ്റു ചൊല്ലിയവരാണ്. നമുക്കാർക്കും പ്രിയപ്പെട്ടവരെ ഉറപ്പ് തന്നിട്ടില്ല, നിങ്ങളൊക്കെ മുസ്ലിം പേര് സ്വീകരിച്ചാൽ, മുഹമ്മദ് എന്ന് പേരിട്ടാൽ, അബൂബക്കർ എന്ന് പേരിട്ടാൽ നിങ്ങളൊക്കെ സ്വർഗത്തിലാണ് എന്നുള്ളത് അള്ളാഹു നമുക്ക് ഉറപ്പ് തന്നിട്ടില്ല. അള്ളാഹു പറഞ്ഞത് എന്താണ്? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി, ഓ വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടുന്ന മുറപ്രകാരം നിങ്ങൾ സൂക്ഷിക്കണേ. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മരിക്കുന്ന വേളയിൽ നിങ്ങൾ മുസ്ലിമായി കൊണ്ടല്ലാതെ നിങ്ങൾ മരണപ്പെടരുതേ. എന്താ മുസ്ലിം എന്ന് പറഞ്ഞാൽ? സർവവും അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചവൻ, ജീവിതം അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചവൻ, കച്ചവടം അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചവൻ, വാക്കുകൾ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചവൻ, വേഷത്തെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചവൻ, ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും മുസ്ലിമായി ജീവിച്ചാലേ നിങ്ങൾ രക്ഷപ്പെടുകയുള്ളൂ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരിക്കുന്നത് വരെ ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പോകുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കലാണ് നമ്മുടെ ഡ്യൂട്ടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ജദ്ദിദു ഖൗലക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങളുടെ ഈമാനിനെ നിങ്ങൾ പുതുക്കിക്കൊണ്ടേയിരിക്കുക. ലാ ഇലാഹ ഇല്ലല്ലയിൽ നിന്ന് തെറ്റിപ്പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായി പരിശോധിച്ചു നമ്മൾ അറിയണം. പ്രിയപ്പെട്ടവരെ, അതിനാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതം എന്ന് പറയുന്നത്, നമ്മൾ ജീവിതത്തിന് വേണ്ടി നമ്മൾ ഓടുകയാണ് അല്ലേ? കച്ചവടത്തിന് വേണ്ടി ഓടുന്നു. രാവിലെ നമ്മൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് വൈകുന്നേരം ഒരു നേരമാകുമ്പോഴാണ് വീട്ടിലേക്ക് അണയുന്നത്. എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ ജീവിക്കണ്ടേ നമുക്ക്? പ്രിയപ്പെട്ടവരെ, അതൊന്ന് തിരിച്ചു ചോദിക്കട്ടെ, നമ്മൾ മരണാനന്തരം നമുക്ക് ജീവിക്കണ്ടേ? മരണാനന്തരം നമുക്ക് ജീവിക്കണ്ടേ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ച് നോക്കൂ, ഖബറിൽ നമ്മളെ കൊണ്ടുപോയി വെച്ചാൽ, പ്രിയപ്പെട്ടവരെ, നമ്മളെ ഖബറിലേക്ക് നമ്മൾ മരിച്ചു എന്നറിഞ്ഞാൽ, അബൂബക്കർ എന്ന കച്ചവടക്കാരൻ മരിച്ചു എന്ന് പറഞ്ഞാൽ, തൊട്ടടുത്ത് കച്ചവടം നടത്തിയിരുന്ന മുഹമ്മദ് ചോദിക്കുകയാണ്, എപ്പോഴാണ് മയ്യത്തെടുക്കുക? അബൂബക്കർ എന്ന പേര് മാറാൻ സെക്കൻഡ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ പേര് മയ്യത്ത് എന്നാണ്. ആ മയ്യത്ത് ഇവിടുന്ന് കൊണ്ടുപോകുന്നത് എന്തുമാത്രമാണ് പ്രിയപ്പെട്ടവരെ? ആലങ്കാരികമായിട്ട് 3 കഷ്ണം കഫൻ തുണി മാത്രമാണ് ഇവിടുന്ന്. ഇതാണ് നമ്മുടെ സമ്പാദ്യം. ഇത് മാത്രമാണ് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. ആ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വിയർപ്പ് നീരാക്കി നമ്മൾ എടുക്കുന്ന വസ്ത്രം പോലും, ഞാൻ അണിഞ്ഞ എൻ്റെ ഡ്രസ്സ് മരണത്തോടു കൂടി എൻ്റെ ബന്ധപ്പെട്ടവരാണ് ഇത് അഴിച്ചു മാറ്റുന്നത്. എനിക്കിവിടെ നിന്ന് കിട്ടുന്നത് ആകെ 3 കഷ്ണം തുണിയാണ്. അത് ഖബറിലേക്ക് വെക്കുമ്പോൾ ആ കവളിൻ്റെ ഭാഗത്തുള്ള തുണി മാറ്റിയിട്ട് മണ്ണോട് ചേർത്തി വെക്കും. പിന്നീട് ഈ ശരീരം അത് മണ്ണിനുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, കാൽപാദങ്ങൾ അകന്നകന്നു വരുമ്പോൾ, നമ്മളെ മറവ് ചെയ്ത് നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ മടങ്ങിപ്പോരുമ്പോൾ അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ വന്ന് ചോദിക്കുകയാണ്, മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ് എന്ന് ചോദിക്കുമ്പോൾ സത്യവിശ്വാസി പറയുന്നു, അല്ലാഹു റബ്ബി, എൻ്റെ റബ്ബ് അള്ളയാണ് എന്ന് അവൻ ധൈര്യത്തോടു കൂടി പറയുന്നു. അവൻ അതിനു വേണ്ടിയിട്ടാണ് ജീവിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി, അത് തൻ്റെ നാട്ടിൽ ഉയർന്നു കാണാൻ വേണ്ടി, അതുണ്ടാക്കുന്ന പള്ളികൾക്ക് വേണ്ടി, അതിനു വേണ്ടിയുള്ള മദ്രസകൾക്ക് വേണ്ടി, അത് പകർന്നു കൊടുക്കുന്ന ദീനീ വിജ്ഞാനീയങ്ങൾക്ക് വേണ്ടി അവൻ കഷ്ടപ്പെട്ടു, സമ്പത്ത് ചെലവഴിച്ചു, വിയർപ്പൊഴുക്കി. മരിച്ചു ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ ആജ്ഞാനുവർത്തികളായ മലായിക്കത്തുകളുടെ ചോദ്യമുണ്ട്, മൻ റബ്ബുക എന്ന് ചോദിക്കുമ്പോൾ അവന് ലവലേശം പോലും ശങ്കയില്ല. അവനതാ പറയുന്നു, അല്ലാഹു റബ്ബി, ഒരു സംശയവുമില്ല, എൻ്റെ റബ്ബ് അള്ളയാണ്. അടുത്ത ചോദ്യം എന്താണ് എന്നുള്ളത് കൃത്യമാണ് പ്രിയപ്പെട്ടവരെ. എന്താണ് നിന്റെ ഇമാം എന്ന് ചോദിക്കുമ്പോൾ അവിടെ കൃത്യമായി പറയുന്നു, അൽ ഖുർആനു ഇമാമി, എൻ്റെ മുമ്പിലുണ്ടായിരുന്നത് ഖുർആനാണ്. എനിക്കിപ്പോഴും അറിയാം, അങ്ങേയറ്റം വയസ്സായിട്ടുള്ള ഒരു വൃദ്ധനായിട്ടുള്ള ഒരു ഉപ്പൂപ്പ, അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്നറിയോ? അദ്ദേഹത്തിന് ജീവിതത്തിൽ കിട്ടിയ ആയുസ്സിൽ അദ്ദേഹം സത്യം തിരിച്ചറിഞ്ഞപ്പോൾ
പിന്നീട് അദ്ദേഹം സമയം ചെലവഴിച്ചത് വിശുദ്ധ ഖുർആൻ ഒന്ന് പൂർണ്ണമായും മനപ്പാടാക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ ആയത്ത് വീതം. അത് തന്നെ വയസ്സായല്ലോ, ഓർമ്മയിൽ നിൽക്കുന്നില്ല, എല്ലാ വക്തിലും അത് ഉരുവിട്ട്. അപ്പൊ എന്താണ് ഈ ഉരുവിടുന്നത് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം ആ രഹസ്യം വെളിപ്പെടുത്തിയത്. അപ്പോൾ സധൈര്യം ഒരു വിശ്വാസി പറയാണ്, ഞാൻ ഇമാമാക്കിയത് ഖുർആനിനെയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത് നമുക്ക് പറയാൻ കഴിയണം. പറയാൻ കഴിയുമോ? അതിനാണ് നമ്മുടെ ജീവിതം വേണ്ടത്. അതിനാണ് ആ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തേണ്ടത്. മലക്കുകളുടെ ചോദ്യത്തിനാണ്. പ്രിയപ്പെട്ടവരെ, ഒരാളുമില്ല നമുക്കവിടെ സഹായിയായിട്ട്. നമ്മളുടെ മക്കൾ വന്നിട്ട്, ഒരു വ്യക്തി വന്നിട്ട് റബ്ബിനോട് പറയാണ്, അല്ലാഹുവേ, ഭൂമിയിലുള്ളത് മുഴുവൻ ഞാൻ നിനക്ക് നൽകാം, ഈ ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, അദാബ് എന്ന് പറയുന്നത് ഈ വിരൽ തുമ്പിനെ ശരിപ്പെടുത്തിയവൻ, ഈ കണ്ണിലെ കൃഷ്ണമണിയെ ശരിപ്പെടുത്തിയവൻ, നമ്മളറിയാതെ നമ്മുടെ ഹൃദയത്തിന്റെ സ്പന്ദനങ്ങളെ നിയന്ത്രിക്കുന്നവൻ, അവൻ കൃത്യമായി ഒരുക്കി വെച്ചിട്ടുള്ള അദാബിന്റെ പേരാണ് നരകം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കണ്ട മാത്രയിൽ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബത്തെ, ഞാൻ കണ്ട കാഴ്ച നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ അല്പം മാത്രം നിങ്ങൾ ചിരിക്കുകയും ധാരാളമായി നിങ്ങൾ കരയുകയും ചെയ്യുമായിരുന്നു എന്ന് ആ നരകത്തെക്കുറിച്ച് പറഞ്ഞുവെങ്കിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. അന്നേ ദിവസം ഓരോ മനുഷ്യനും സ്വന്തം ഉപ്പയിൽ നിന്ന് ഓടി ഒളിക്കുന്നു, സ്വന്തം സഹോദരങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുന്നു, സ്വന്തം പ്രിയതമയിൽ നിന്ന് ഓടി ഒളിക്കുന്നു. എന്താണ്? എല്ലാവർക്കും അവനവന്റെ കാര്യം തന്നെ മതിയായതുണ്ട്. എനിക്കൊക്കെ എൻ്റെ കാര്യം മതി, വേറെ ആരെയും ഞാൻ നോക്കുന്നില്ല. ഇന്ന് നമ്മളെ കാത്തിരിക്കുന്ന ഭാര്യയുണ്ട്, മക്കളുണ്ട്. പക്ഷേ പരലോകത്തെത്തുമ്പോൾ ഈ ബന്ധങ്ങളെ ഒന്നും നമ്മൾ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ലോകത്തിൻ്റെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. നേരത്തെ നമ്മുടെ ഈ ഒരു പരിപാടിയുടെ തുടക്കം മുതലുള്ള സംഗതികളൊക്കെ നമ്മളൊന്ന് ഓർത്തു നോക്കൂ. എല്ലാവരും ദുനിയാവിൻ്റെ വിഷയങ്ങളാണ് പറഞ്ഞത്. അവിടെ ലഹരി വ്യാപിക്കുന്നു, അവിടെ വ്യഭിചാരം വർദ്ധിക്കുന്നു, നാട്ടിലെ തിന്മകൾ വർദ്ധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കതിനൊരു പരിഹാരം പറയാനുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് ജീവിതം നന്നാക്കാനുള്ള ഏറ്റവും വലിയൊരു ഒറ്റമൂലി എന്ന് പറയുന്നത് മരണാനന്തര ലോകത്തുള്ള ഒരു ജീവിതമാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവർ, ഒരു ബൈക്ക് ഓടിക്കുന്ന ഒരു ബൈക്ക് യാത്രക്കാരൻ, അയാൾ ഹെൽമെറ്റ് വെക്കും എപ്പോൾ? ക്യാമറകൾ കാണുമ്പോൾ. ഞാൻ വീട്ടിലേക്ക് എത്തി 1-2 ദിവസമാകുമ്പോൾ എൻ്റെ മൊബൈൽ നമ്പറിലേക്ക് എൻ്റെ ഫോട്ടോ അടക്കമുള്ള ഒരു മെസ്സേജ് വരും. ഞാൻ ഹെൽമെറ്റ് ഇട്ടില്ലെങ്കിൽ, ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ അതൊരു ഭയപ്പാടാണ്. അദൃശ്യമായി ക്യാമറ എന്നെ വാച്ച് ചെയ്യുന്നു. വിശ്വാസി പേടിക്കുകയാണ്. എന്താണ്? ഒരു കറുകറുത്ത ഒരു പാറയുടെ താഴെ സഞ്ചരിക്കുന്ന ഒരു കറുത്ത ഉറുമ്പിൻ്റെ ചലനങ്ങൾ പോലും അറിയാതെ റബ്ബിന്, അവനറിയാത്ത ഒരു ചലനം പോലും എവിടെയും നടക്കുന്നില്ല എന്ന് ഒരു വിശ്വാസി ബോധ്യപ്പെടുമ്പോൾ അവൻ്റെ ജീവിതം എല്ലാ തരത്തിലുള്ള കൊള്ളരുതായ്മകളിൽ നിന്നും രക്ഷപ്പെടുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നമുക്ക് ഈ ലോകത്തോട് വിളിച്ചു പറയാനുള്ളത് വിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശമാണ്. നമ്മൾ 11-ാം തീയതി ഈ ഒരു സമ്മേളനത്തിലേക്ക് നമ്മുടെ നാട്ടിലെ എല്ലാ മക്കളെയും വിളിച്ചു കൂട്ടുന്നതും ഈ ഒരു കാര്യം അവരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് ഇത്തരത്തിലുള്ള കൊച്ചു പരിപാടികളിലൂടെ, ഇത്തരത്തിലുള്ള കവലകളിൽ ഒരുമിച്ച് കൂടുന്ന ആളുകൾക്ക് നമുക്ക് എന്തു പറയാനുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി ഭംഗിയായി വിശദീകരിച്ചു കൊടുക്കുവാനാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചത്. റഹ്മാനായ റബ്ബ് നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഈ കൂടിച്ചേരലും ഇതിൻ്റെ പ്രയത്നവുമൊക്കെ അവൻ ഇഷ്ടപ്പെടുന്ന അമലുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളിലെ രോഗികൾക്ക് ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമുക്ക് സ്വാലിഹായ മക്കളെ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ലോകത്ത് മുസ്ലിമായതിൻ്റെ പേരിൽ കഷ്ടപ്പെടുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അള്ളാഹുവേ, ഏറ്റവും നല്ല സഹായം, ഏറ്റവും ആവശ്യമായ സഹായം അവർക്ക് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.